ഇന്നത്തെ വീഡിയോയില് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു പി എക്സ് ഇസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് 0. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എ റാൻഡം പ്രോസസ് ആണ്. പി എക്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് പവർ ഓഫ് എ റാൻഡം പ്രോസസ് ആണ്. ആർ എക്സ് എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അറ്റ് ടോ ഈക്വൽ ടു 0. ഓക്കെ, ഈ മൂന്ന് പേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ എക്സ് എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ ടു മ്യൂ എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, മ്യൂ എക്സ് സ്ക്വയർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റാൻഡം പ്രോസസ്സിന്റെ മീനിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. First question, the autocorrelation function of a stationary random process is given by r of tau is equal to 125 tau square plus 36 divided by 5 tau square plus 1. Find the mean and variance of the process. Question നമുക്കൊരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ റാൻഡം പ്രോസസ്സിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ആ റാൻഡം പ്രോസസ്സിന്റെ മീനും വേരിയൻസും കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. നമുക്ക് തന്നിട്ടുള്ളത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആർ എക്സ് എക്സ് ഓഫ് ടോ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 125 ടോ സ്ക്വയർ പ്ലസ് 36 ഡിവൈഡഡ് ബൈ 5 ടോ സ്ക്വയർ പ്ലസ് 1. ഇനി നമുക്ക് റാൻഡം പ്രോസസ്സിന്റെ മീനും വേരിയൻസും കണ്ടെത്തണം. അതിന് നമ്മൾ യൂസ് ചെയ്യുക ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം മ്യൂ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ എക്സ് എക്സ് ഓഫ് ടോക്ക് ഈക്വൽ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മ്യൂ എക്സ് സ്ക്വയർ കണ്ടെത്താൻ പറ്റും. സോ തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഇക്വേഷനിൽ ഇൻപുട്ട് ചെയ്യാം. ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ എക്സ് എക്സ് ഓഫ് ടോ എന്താണ്? 125 ടോ സ്ക്വയർ പ്ലസ് 36 ഡിവൈഡഡ് ബൈ 5 ടോ സ്ക്വയർ പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് ഈ ടോ സ്ക്വയറിനെ ഒന്ന് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും? ടോ സ്ക്വയർ 125 പ്ലസ് 36 ബൈ ടോ സ്ക്വയർ എന്ന് വരും അല്ലെ. ടോ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്താൽ ഇങ്ങനെ വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് ടോ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുക്കാം. സോ ടോ സ്ക്വയർ 5 പ്ലസ് 1 ബൈ ടോ സ്ക്വയർ ഇങ്ങനെയല്ലേ വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോ സ്ക്വയറിനെയും കട്ട് ചെയ്യാം. ബാക്കി ആരാ ഉള്ളത്? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി 125 പ്ലസ് 36 ബൈ ടോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 ബൈ ടോ സ്ക്വയർ. ഇനി ഇതിന്റെ ലിമിറ്റ് എങ്ങനെ കണ്ടെത്താം? ടോ ഇൻഫിനിറ്റിയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. സോ 1 ബൈ ഇൻഫിനിറ്റി എന്താണ്? 0. ഇവിടെ ടോ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ടോ സ്ക്വയർ എന്താവും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയി പോകും. സോ ഈ ടേം എന്താവും? 0 ആവും. അതുപോലെ ഇവിടെ 1 ബൈ ടോ സ്ക്വയർ ടോ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ടോ സ്ക്വയർ ഇൻഫിനിറ്റിയിലേക്ക് പോകും. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയി പോകും. സോ ഈ രണ്ട് ടേമും എന്തായി പോകും? 0 ആയി പോകും. സോ ബാക്കി നമുക്ക് എന്തേ കിട്ടുന്നുള്ളൂ? വിച്ച് ഇസ് ഈക്വൽ ടു 125 ബൈ 5 എന്നായിരിക്കും കിട്ടുക. 125 ബൈ 5 എന്താ വരിക? 25 എന്നാ കിട്ടുക. സോ നമുക്ക് മ്യൂ എക്സ് സ്ക്വയർ എന്ത് കിട്ടി? 25 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് മ്യൂ എക്സ് എന്ത് കിട്ടും? മ്യൂ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25. റൂട്ട് 25 എന്താണ്? 5. സോ റാൻഡം പ്രോസസ്സിന്റെ മീന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? വേരിയൻസ്. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കിട്ടിയിട്ടുണ്ട്. ഈ മ്യൂ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി തന്നെയാണ് കേട്ടോ. എന്നാൽ മറ്റൊരു റെപ്രസെന്റേഷൻ ആണ് മ്യൂ എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരെ കിട്ടണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി കിട്ടണം. എങ്ങനെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി കണ്ടെത്താം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് 0 ആണ്. നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി ആർ എക്സ് എക്സ് ഓഫ് 0 കണ്ടെത്തിയാൽ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി കിട്ടും. ക്വസ്റ്റ്യനിൽ ആർ എക്സ് എക്സ് ഓഫ് ടോ എന്താ തന്നിട്ടുള്ളത്? 125 ടോ സ്ക്വയർ പ്ലസ് 36 ഡിവൈഡഡ് ബൈ 5 ടോ സ്ക്വയർ പ്ലസ് 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആർ എക്സ് എക്സ് ഓഫ് 0 എങ്ങനെ കണ്ടെത്താം? ടോക്ക് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. സോ വിച്ച് ഇസ് ഈക്വൽ ടു 125 ഇൻറ്റു 0 പ്ലസ് 36 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 0 പ്ലസ് 1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 36. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടിയും കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടിയും എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടിയും കിട്ടിയാൽ വേരിയൻസ് കണ്ടെത്തിക്കൂടെ? വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 36 മൈനസ് 5 സ്ക്വയർ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 36 മൈനസ് 25 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 11. സോ ഒരു റാൻഡം പ്രോസസ്സിന്റെ മീനും വേരിയൻസും നമ്മൾ കണ്ടെത്തി. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
x of t is a random process with a mean 2 and autocorrelation r of t1 t2 is equal to 5 plus 3 e raised to minus 0.1 modulus of t1 minus t2. Find mean, variance and covariance of the random variable x of 4 and x of 6. ക്വസ്റ്റ്യനിൽ ഒരു റാൻഡം പ്രോസസ്സിന്റെ മീനും ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എക്സ് ഓഫ് ഫോറിന്റെയും എക്സ് ഓഫ് സിക്സിന്റെയും മീനും വേരിയൻസും കൊവേരിയൻസും കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു എഴുതാം. ഒരു റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടിയുടെ എക്സ്പെക്ടേഷൻ തന്നിട്ടുണ്ട്, അത് 2 ആണ്. ഇനി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആർ എക്സ് എക്സ് ഓഫ് t1, t2 തന്നിട്ടുള്ളത് 5 plus 3 e raised to minus 0.1 modulus of t1 minus t2 ഇതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എക്സ് ഓഫ് ഫോറിന്റെയും എക്സ് ഓഫ് സിക്സിന്റെയും മീനും വേരിയൻസും കോവേരിയൻസും കണ്ടെത്താം. സോ നമുക്ക് ആദ്യം മീൻ കണ്ടെത്താം. ഓക്കെ, എക്സ് ഓഫ് ഫോറിന്റെ മീൻ എങ്ങനെയാ കണ്ടെത്താം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ഫോർ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടിയുടെ എക്സ്പെക്ടേഷൻ 2 ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ടിയുടെ പൊസിഷനിൽ 4 ആയിട്ടല്ലേ ഉള്ളൂ. സോ ഇവിടെ ടിയുടെ പൊസിഷനിൽ ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ ആൻസർ 2 തന്നെ ആയിരിക്കും. സോ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ഫോർ എന്താണ്? 2 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് 6 എന്തായിരിക്കും വരിക? ഇവിടെ ടിയുടെ പൊസിഷനിൽ 6 ആയി എന്നേ ഉള്ളൂ. സോ ആൻസർ എപ്പോഴും 2 ആയിരിക്കും. 2. സപ്പോസ് നമ്മുടെ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി 2t ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് 4 എങ്ങനെയാവും കണ്ടെത്താം? ഇവിടെ ടിയുടെ പൊസിഷനിൽ 4 ആയി. സോ 2 ഇൻറ്റു ഇവിടെ ടിയുടെ പൊസിഷനിൽ 4 കൊടുക്കാം. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് 6 എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 ഇൻറ്റു ടിയുടെ പൊസിഷനിൽ 6 കൊടുക്കുക. അങ്ങനെയാണ് കണ്ടെത്തേണ്ടി വരിക കേട്ടോ. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് തന്നുകൊണ്ട് ഇങ്ങനെ ഒരാളെ ആവശ്യമില്ല. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി നമുക്ക് വേരിയൻസ് കണ്ടെത്തണം അല്ലെ. എക്സ് ഓഫ് സിക്സിന്റെയും എക്സ് ഓഫ് ഫോറിന്റെയും വേരിയൻസ് ആണ് കണ്ടെത്താനുള്ളത്. വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി തന്നിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി കണ്ടെത്തണം. എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി കണ്ടെത്തുക? ഇവിടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ. സോ ഈ ഓട്ടോ കോറിലേഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി കണ്ടെത്താം. എന്താണ് ഓട്ടോ കോറിലേഷന്റെ പ്രോപ്പർട്ടി? ആർ എക്സ് എക്സ് ഓഫ് 0ക്ക് ആർ ഈക്വൽ ആയിരിക്കും, എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ 0 ആർക്കാ നമ്മൾ കൊടുക്കേണ്ടത്? ടോക്കാണ്. ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? t2 മൈനസ് t1 ആണ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇവിടെ ആർ എക്സ് എക്സ് ഓഫ് ടോ എന്നുള്ള രീതിയിലല്ല തന്നിട്ടുള്ളത് ഫംഗ്ഷൻ, t1 t2 എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത് അല്ലെ. സോ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഒന്ന് മാറ്റി എഴുതാലോ. എങ്ങനെയാ മാറ്റി എഴുതാം? 5 plus 3 e raised to minus 0.1 മോഡുലസ് ഓഫ് t1 മൈനസ് t2. മോഡുലസ് ഉണ്ടായത് കാരണം നമുക്ക് അവിടെ എന്ത് എഴുതാം? ടോ എന്ന് എഴുതാം. ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റൂട്ടോ. സോ ഇനി നമുക്ക് ടോയുടെ പൊസിഷനിൽ എന്ത് കൊടുക്കാം? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 5 plus 3 e raised to minus 0.1 into 0 which is equal to 5 plus 3 e raised to 0 എന്ന് വരും. That means e raised to 0 1 ആണ്. So 5 plus 3 which is equal to 8. So എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി കിട്ടിയോ? 8 ആണെന്ന് കിട്ടി. ഇനി വേരിയൻസ് കണ്ടെത്തി കൂടെ. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 4 കണ്ടെത്താം. എക്സ് ഓഫ് 4 is equal to എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് 4 minus expectation of x of 4 the whole square which is equal to എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് 4 എന്താ വരിക? എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി 8 ആണ്. ഈ ടിയുടെ പൊസിഷനിൽ 4 ആയതേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയത് കാരണം ആൻസർ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് 4 എന്താണ്? നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 2 ആണ്. സോ 2 സ്ക്വയർ which is equal to 8 minus 4 which is equal to 4. സോ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 4 കിട്ടി. ഇതുപോലെ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 6 കണ്ടെത്തിക്കൂടെ? which is equal to expectation of x square of 6 minus expectation of x of 6 whole square which is equal to expectation of x square of t 8 ആണ്. ഈ ടിയുടെ പൊസിഷനിൽ 6 വന്നു. ആൻസറിൽ ടി ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് കോൺസ്റ്റന്റ് അതുപോലെ എഴുതാം. മൈനസ് 8 മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് 6 എന്താണ്? 2 സ്ക്വയർ which is equal to 8 minus 4 which is equal to 4. സോ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 4 വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 6 നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആരെയാണ് കണ്ടെത്താനുള്ളത്? കോവേരിയൻസ് ആണ്. എക്സ് ഓഫ് 4ന്റെയും എക്സ് ഓഫ് 6ന്റെയും കോവേരിയൻസ് കണ്ടെത്തണം. കോവേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കോവേരിയൻസ് സി എക്സ് എക്സ് ഓഫ് t1 t2 ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് t1 t2 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t2. ഇതാണ് ഒരു റാൻഡം പ്രോസസ്സിന്റെ കോവേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. സോ നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് ആരെയാണ്? സി എക്സ് എക്സ് ഓഫ് 4, 6 ആണ് കണ്ടെത്താനുള്ളത്. ഓക്കെ, സോ ആർ എക്സ് എക്സ് ഓഫ്
4,6 minus expectation of x of 4 into expectation of x of 6. ഇനി ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് 4 എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് 6 കിട്ടിയിട്ടുണ്ട്. ആര് കണ്ടെത്തണം? Rxx ഓഫ് 4,6 കണ്ടെത്തണം. Rxx ഓഫ് T1, T2 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 5 plus 3 raised to minus 0.1 modulus of T1 minus T2. സോ നമുക്ക് T1ന്റെ പൊസിഷനിൽ 4ഉം T2ന്റെ പൊസിഷനിൽ 6ഉം കൊടുത്താൽ മതി. സോ എന്താ ആൻസർ വരിക? 5 plus 3 raised to minus 0.1 modulus of 4 minus 6, which is equal to 5 plus 3 raised to minus 0.1. 4 minus 6 എന്താണ്? minus 2. മോഡുലസ് ഉണ്ടായതുകൊണ്ട് പോസിറ്റീവ് നമ്പർ വരാം. സോ ഇൻറ്റു 2 എന്ന് വരും, which is equal to 5 plus 3 raised to minus 0.2 എന്ന് വരും. ഓക്കെ, അപ്പൊ Rxx ഓഫ് 4,6 കിട്ടിയിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ കൊടുത്താൽ പോരെ? Cxx ഓഫ് 4,6 is equal to 5 plus 3 raised to minus 0.2 minus of expectation x of 4 എന്താ കിട്ടിയിട്ടുള്ളത്? 2. expectation x of 6 എന്താണ്? 2 ആണ്. So it is equal to 5 plus 3 raised to minus 0.2 minus 4 എന്ന് വരും. 5 minus 4 എന്താണ്? 1. So 1 plus 3 raised to minus 0.2. ഇതായിരിക്കും x of 4 x of 6 എന്ന് പറഞ്ഞ റാൻഡം പ്രോസസ്സിന്റെ കൊവേരിയൻസ് കിട്ടുന്നുണ്ടാവുക. തൊട്ട് മുൻപ് ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. If x of t is a random process with mean 3 and Rxx of T1 T2 is equal to 9 plus 4 e raised to minus modulus of T1 minus T2 divided by 5. Find variance of x of 5, variance of x of 8, covariance of x of 5, x of 8. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? നേരത്തെ ചെയ്ത അതുപോലെ തന്നെ. നമുക്കിവിടെ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടിയുടെ എക്സ്പെക്ടേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 3. അതുപോലെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ Rxx ഓഫ് T1 T2 തന്നിട്ടുണ്ട്. 9 plus 4 e raised to minus modulus of T1 minus T2 divided by 5. ഇതിനെ നമുക്ക് ഇപ്പോൾ തന്നെ മാറ്റി എഴുതാം. ടോ എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ടോ എന്ന് പറഞ്ഞാൽ T2 minus T1 ആണ്. മോഡുലസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതിനെ ടോ എന്ന് മാറ്റി എഴുതാം. 9 plus 4 e raised to minus ടോ by 5 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തു തുടങ്ങാം. ആദ്യത്തെ 2 ക്വസ്റ്റ്യനും വേരിയൻസ് കണ്ടെത്താനാണ്. സോ നമ്മൾ അത് ചെയ്യുന്നതിന് മുൻപായിട്ട് ജനറൽ ഫോർമുല എഴുതി വെക്കാം. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി is equal to expectation of x square of t minus expectation of x of t the whole square ആണ് അല്ലെ. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി തന്നിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് അത് കണ്ടെത്തണം. അത് കണ്ടെത്താൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു Rxx ഓഫ് 0 ആണ്. ഈ ഒരു ഓട്ടോ കോറിലേഷന്റെ പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ Rxx ഓഫ് 0 എന്ന് പറഞ്ഞാൽ ടോക്കാണ് നമ്മൾ 0 കൊടുക്കേണ്ടത്. സോ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 9 plus 4 e raised to minus 0 by 5. which is equal to എന്താ വരിക? 9 plus 4 e raised to 0. which is equal to e raised to 0 1 ആണ്. So 9 plus 4 എന്ന് വരും, which is equal to 13. So expectation x square of t എന്ത് കിട്ടി? 13 എന്ന് കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5 ആണ് ആദ്യം കണ്ടെത്താനുള്ളത്. സോ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5 ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ഇക്വേഷൻ മാറ്റി എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടിയുടെ പൊസിഷനിലൊക്കെ 5 കൊടുക്കുക. x square of 5 minus expectation of x of 5 the whole square എന്ന് വരും. which is equal to എന്ത് വരും? എക്സ്പെക്ടേഷൻ x square of 5 എന്താ വരിക? എക്സ്പെക്ടേഷൻ x square of t 13 ആണ്. അങ്ങനെയാണെങ്കിൽ ടിയുടെ പൊസിഷനിൽ 5 വന്നാൽ ആൻസർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആൻസറിൽ ഒരു മാറ്റം വരില്ല. 13 മൈനസ് എക്സ്പെക്ടേഷൻ x of t. x of t എന്താണ്? 3 ആയിരുന്നു. സോ 3 സ്ക്വയർ which is equal to 13 minus 9. 13 minus 9 എത്രയാ വരിക? 4 ആണ് വരും. ഓക്കെ, സോ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5 എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി നമുക്ക് ആര് കണ്ടെത്തണം? വേരിയൻസ് ഓഫ് 8 കണ്ടെത്തണം അല്ലെ. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 8 കണ്ടെത്തണം. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 8 is equal to expectation of x square of 8 minus expectation of x of 8 the whole square. expectation x square of 8 എന്ത് തന്നെയാണ്? 13 മൈനസ് expectation x of 8 എന്താണ്? 3. സോ 3 സ്ക്വയർ എന്ന് വരും, which is equal to 4. സോ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5ഉം വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 8ഉം നമുക്ക് 4 ആണ് കിട്ടുക. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ? കൊവേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5 ഇൻറ്റു എക്സ് ഓഫ് 8 കണ്ടെത്തണം അല്ലെ. കൊവേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? Cxx ഓഫ് T1, T2 ഈസ് ഈക്വൽ ടു Rxx ഓഫ് T1, T2 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T2. ഇതാണ് ഇക്വേഷൻ. നമുക്കിവിടെ കണ്ടെത്താനുള്ളത് എന്താണ്? Cxx ഓഫ് 5, 8 ആണ് അല്ലെ. സോ Rxx ഓഫ് 5, 8 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x of 5 into expectation of x of
8 എന്ന് വരും. ഇവിടെ നമുക്ക് ആർ എക്സ് എക്സ് ഓഫ് 5,8 കണ്ടെത്തണം. ആർ എക്സ് എക്സ് ഓഫ് T1, T2 തന്നിട്ടുള്ളത് എന്താണ്? 9 plus 4 e raised to minus modulus of T1 minus T2 divided by 5 എന്നാണ്. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? T1ന്റെ പൊസിഷനിൽ 5 എന്നും T2യുടെ പൊസിഷനിൽ 8 എന്നും കൊടുക്കാം. 9 plus r x x of 5,8 is equal to 9 plus 4 e raised to minus 5 minus 8 divided by 5 which is equal to 9 plus 4 e raised to 5 minus 8 എന്താ വരിക? -3. മോഡുലസിന്റെ ആയതുകൊണ്ട് പോസിറ്റീവ് നമ്പർ ആയിരിക്കും വരിക. -3/5 എന്ന് വരും. ഓക്കെ, അപ്പൊ ആർ എക്സ് എക്സ് ഓഫ് 5,8 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇക്വേഷൻ 1ൽ ഇൻപുട്ട് ചെയ്താൽ പോരെ. ഇക്വേഷൻ 1 implies സി എക്സ് എക്സ് ഓഫ് 5,8 is equal to ആർ എക്സ് എക്സ് ഓഫ് 5,8 നമ്മൾ കണ്ടെത്തി വെച്ചു. 9 plus 4 e raised to minus 3/5 മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് 5 എന്തായിരുന്നു? 3 ആയിരുന്നു. അതുപോലെ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് 8 എന്താണ്? 3. So it is equal to 9 plus 4 e raised to minus 3/5 minus 3 into 3 9 വരും. ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കി ആരുള്ളത്? 4 e raised to minus 3/5. ഇതായിരിക്കും കൊവേരിയൻസ് ഓഫ് 5,8 കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണിത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഫോർ എ സ്റ്റേഷനറി പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ ആർ എക്സ് എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ ടു 9 plus 2 e raised to minus mod tau. Find the mean value of the random variable y is equal to integral 0 to 2 x of t dt and the variance of x of t. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു റാൻഡം പ്രോസസ്സിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് y എന്ന് പറഞ്ഞ ഒരു പുതിയ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മീൻ വാല്യൂ കണ്ടെത്തണം. കൂടാതെ റാൻഡം പ്രോസസ്സിന്റെ വേരിയൻസും കണ്ടെത്തണം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യന് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ആർ എക്സ് എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ ടു 9 plus 2 e raised to minus mod tau. ഇതാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു y ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രൽ 0 to 2 x of t dt. നമുക്ക് ഈ y-യുടെ മീൻ വാല്യൂ കണ്ടെത്തണം. ദാറ്റ് മീൻസ് എക്സ്പെക്ടേഷൻ ഓഫ് y ആണ് കണ്ടെത്താനുള്ളത്. ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലും എക്സ്പെക്ടേഷൻ അപ്ലൈ ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് ഇന്റഗ്രൽ 0 to 2 x of t dt ഇങ്ങനെ വരും. ഇനി ഇന്റഗ്രലിന്റെ ഉള്ളിലേക്ക് എക്സ്പെക്ടേഷൻ കൊടുത്താൽ എന്ത് വരും? ഇന്റഗ്രൽ 0 to 2 എക്സ്പെക്ടേഷൻ ഓഫ് x of t dt വരും. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? എക്സ്പെക്ടേഷൻ ഓഫ് x of t അറിയണം. സോ നമുക്ക് ആകെ തന്നിട്ടുള്ളത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ്. ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് റാൻഡം പ്രോസസ്സിന്റെ എക്സ്പെക്ടേഷൻ കണ്ടെത്തുക? നമ്മുടെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ആണ് mu x square is equal to limit tau tends to infinity r x x of tau which is equal to limit tau tends to infinity r x x of tau എന്താണ്? 9 plus 2 e raised to minus mod tau ആണ്. ഇനി ടോക്ക് നമുക്ക് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? 9 plus 2 e raised to minus infinity എന്ന് വരും. which is equal to e raised to minus infinity എന്താ? 0. സോ ഈ ഭാഗം 0 ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? 9. സോ mu x square 9 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് mu x എന്ത് വരും? റൂട്ട് 9. റൂട്ട് 9 എത്രയാണ്? 3. സോ mu x എന്ന് പറഞ്ഞാൽ എന്തിനെയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് x ഓഫ് t ആണ് നമ്മൾ mu x എന്ന് ഡിനോട്ട് ചെയ്യാം കേട്ടോ. സോ നമുക്ക് റാൻഡം പ്രോസസ്സിന്റെ എക്സ്പെക്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ടേഷൻ ഓഫ് y കണ്ടെത്തിക്കൂടെ? ഈ ഇക്വേഷനിലെ എക്സ്പെക്ടേഷൻ x ഓഫ് ടിയുടെ പൊസിഷനിൽ 3 എന്ന് കൊടുക്കാം. സോ ഇക്വേഷൻ 1 implies എക്സ്പെക്ടേഷൻ ഓഫ് y is equal to ഇന്റഗ്രൽ 0 to 2 3 dt എന്ന് വരും. ഓക്കെ, 3 കോൺസ്റ്റന്റ് ആയതിന്റെ ഔട്ട് സൈഡ് എടുക്കാം. ഇന്റഗ്രൽ 0 to 2 dt എന്താ വരിക? ഇന്റഗ്രൽ dt എന്താ വരിക? t. ലിമിറ്റ് കൊടുക്കണം 0 to 2 which is equal to 3. അപ്പർ ലിമിറ്റ് 2 മൈനസ് ലോവർ ലിമിറ്റ് 0 which is equal to 6. സോ എക്സ്പെക്ടേഷൻ ഓഫ് y നമുക്ക് കിട്ടി 6 ആണ്. ഇനി നെക്സ്റ്റ് എന്താ കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത്? റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടിയുടെ വേരിയൻസ് കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ട്. സോ എന്താ വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ആണ് കണ്ടെത്തേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി നമ്മൾ കണ്ടെത്തി വെച്ചു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് 3 ആണ്. ഇനി നമുക്ക് ആരെ കണ്ടെത്തണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി കണ്ടെത്തണം. അതെങ്ങനെ ചെയ്യാം? നമുക്ക് റാൻഡം പ്രോസസ്സിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അറിയാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് 0 ആണ് അല്ലെ? നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് ആർ എക്സ് എക്സ് ഓഫ് ടോ എന്ന് പറയുന്നത് 9 plus 2 e raised to minus mod tau. അങ്ങനെയാണെങ്കിൽ ആർ എക്സ് എക്സ് ഓഫ് 0 എങ്ങനെ കണ്ടെത്തും? ടോയുടെ പൊസിഷനിൽ 0 കൊടുത്താൽ മതി. 9 plus 2 e raised to minus 0. e raised to 0 എന്താ? 1. സോ 9 plus 2 എന്ന് വരും. 9 plus 2 എന്ന് പറഞ്ഞാൽ 11. സോ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി 11 ആണെന്ന് കിട്ടി. ഇനി ഇക്വേഷനിൽ ഇൻപുട്ട് ചെയ്താൽ പോരെ.
വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി 11 മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി 3 ആണ് 3 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 11 മൈനസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, സോ നമുക്ക് റാൻഡം പ്രോസസ്സിന്റെ വേരിയൻസും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയാതെ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി എന്നുള്ളത് ഈ വൈയുടെ എക്സ്പെക്ടേഷൻ കണ്ടെത്തിയ ഈ 6 ഒന്നും ഇൻപുട്ട് ചെയ്യരുത് കേട്ടോ. ശ്രദ്ധിച്ച് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.